ഹലോ ഹായ്. അപ്പോഴേ നമ്മളെപ്പോഴും പറയത്തില്ലേ, വീഞ്ഞ് പഴങ്ങുന്തോറും അതിൻ്റെ വീര്യത്തിനൊരു ഒരു വീര്യം കൂടുന്നല്ലാതെ വീര്യത്തിനൊന്നും നഷ്ടപ്പെടത്തില്ല. അതുപോലൊരു വീഞ്ഞ് നമുക്കുണ്ട്. അപ്പോൾ ഞാനത് കണ്ടിട്ട് എൻ്റെ കിളി പോയി. ആരാണെന്നല്ലേ, അല്ലെങ്കിൽ എന്താണെന്നല്ലേ, ഇതാ കാണും. Mohammed Kane, catch of the year. You will not see better than that moment right there. What a catch this is. Those are the ones that either stick or they don't. And this one, luckily for the India Maharajas, has really stuck beautifully in that right hand. Picking up the big wicket of Upal Taranga. He's made great yards there. 3 or 4 steps to his right, full length dive. The ball slicing away from him, never easy. Look at that full stretch to his right. You think he's still playing the game? It's amazing. You won't see better. You'll watch cricket all year. You will not see better than that from Mohammed Kane. They needed it. കണ്ടല്ലോ, ഇത് വേറെ ആരുമല്ല, നമ്മുടെ മുഹമ്മദ് കൈഫ. അദ്ദേഹം പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം അന്നേരം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. എന്നാ പറയണേ, ഗ്രൗണ്ടിലെ ഒരു ശരിക്കും ഒരു സ്പൈഡർമാൻ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാരമായിരുന്നു. ലാസ്റ്റ് ഒരു ലാസ്റ്റ് ഏതൊരു കളിയിൽ, വേൾഡ് കപ്പ് ആണോ ഞാൻ ഓർക്കുന്നില്ല, പാകിസ്ഥാനുള്ള ഏതൊരു കളിയാണ്, ആ കളിയിൽ പുള്ളി എടുത്ത ഡൈവിങ് ക്യാച്ച് ഉണ്ട്. അതൊരു അന്യായ സാധനം. അപ്പം ഇത് കണ്ടപ്പോഴത്തേനും കിളിപോയി. ഇന്ന് പുള്ളി കൈഫ് എന്ന് പറഞ്ഞാൽ അത് അന്നും ഇന്നും ഒരു വ്യത്യാസം വന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ യുവരാജ് സിംഗും ഉണ്ട്. പുള്ളിയുടെ ഇതിനിടയ്ക്ക് ബാറ്റിങ് കണ്ട് പണ്ടത്തെ യുവരാജിനെ അങ്ങനെ തന്നെ നമുക്ക് മുന്നിൽ കാണാൻ പറ്റും. അതുപോലെയായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്, യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതാ പറഞ്ഞ ഇതുപോലെ വീഞ്ഞുകളുടെ പഴകം തോറും അതിൻ്റെ വീര്യം കൂടിക്കൂടി വരുന്നല്ലാതെ ആ വീര്യത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല, വീഞ്ഞിനൊരു കുഴപ്പം വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ലെജൻസ് ഇനിയും നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഉണ്ടാവട്ടെ. ഇനി വരുന്ന തലമുറകളിലുള്ള ആൾക്കാരും ഇതുപോലെ എന്നും അടിപൊളിയാവട്ടെ. ഓക്കെ, താങ്ക് യു.